പേടിയാവും. കാണുന്നവരെയായിരിക്കും ചിരിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് പേടിച്ച് കിടക്കും. അല്ലേടി നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടത്തിയില്ലെന്ന് പറയും. അതെ, അതിനുവേണ്ടി സ്യൂട്ട് റൂം എടുത്തിട്ടുണ്ട്. ബർത്തിങ് സ്യൂട്ട് റൂം എല്ലാം ഉണ്ട്. പ്രസവിക്കുമ്പോൾ ടി വിയുടെ കണ്ടോണ്ട് പ്രസവിക്കാം. ടോം ആൻഡ് ജെറി കണ്ടിട്ടായിരിക്കും പ്രസവിക്കുക. എനിക്ക് പേടിയുണ്ട്. അതെ, കൊച്ചിനെ എടുത്ത് വയ്ക്കാനുള്ള സെറ്റപ്പ് ആയിട്ടാ. അറ്റാച്ച്ഡ് ബാത്റൂം, ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന് ഇരിക്കാനുള്ളത്. ഫുൾ സെൻട്രലൈസ്ഡ് AC. ചിതാരച്ചു ബേബിക്ക് പേരൊക്കെ കണ്ടുവെച്ചോ? ബേബിക്ക് പേരൊക്കെ കണ്ടുവെച്ചോ? കണ്ടുവെച്ചു. എന്താ പേര്? പേര് പറഞ്ഞു. ഇച്ചിരിയല്ലേ ഉള്ളു. നീ എത്ര ഞാൻ പ്രസവിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യ പ്രസാദം. ഹാപ്പി. ഞങ്ങളുടെ ഡെലിവറി ട്രിവാൻഡ്രത്തെ കിംസ് ഹോസ്പിറ്റലിലാണ്. അപ്പം ഞാൻ ഈ ഹോസ്പിറ്റൽ ശരിക്കും തിരഞ്ഞു പിടിച്ച് വന്നതാണ്. അതായത് ബർത്ത് കമ്പാനിയൻ്റെ കൂടെ ഉള്ള ഡെലിവറി എവിടെ കിട്ടുന്നു ഒരുപാട് നോക്കി. വേറെ ഒരുപാട് ഹോസ്പിറ്റലൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ട്രിവാൻഡ്രത്ത് അതിനുള്ള ഫെസിലിറ്റി എല്ലാ ഹോസ്പിറ്റലുകാരും പ്രൊവൈഡ് ചെയ്യുന്നില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി തിരക്കി. ഇവിടെ അങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഡെലിവറി ഇവിടെയായിരുന്നു. ഫസ്റ്റ് ഡെലിവറി, സെക്കൻഡ് ഡെലിവറി ഇവിടെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇവിടെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ വേറെ 1-2 ഫ്രണ്ട്സ് ഇവിടെ കാണിച്ചിട്ടുള്ളൊരു ഫോട്ടോ കണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം അവരും 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. വേറെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചും ഞാൻ അത്ര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ആരും സാറ്റിസ്ഫാക്ഷൻ പറയുന്ന കേട്ടില്ല. അതായത് ഡെലിവറിയെക്കുറിച്ച് ബർത്ത് കമ്പാനിൻ്റെ കൂടുതലുള്ള ഡെലിവറി എന്നതല്ല, അല്ലാതെ തന്നെ പറയുന്ന കേട്ടില്ല, കുഴപ്പമില്ല അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ ഒരാൾ പോലും, ഇവിടെ കാണിച്ച് എനിക്കറിയാവുന്ന ഒരു മൂന്ന് പേരെ ഞാൻ കണ്ടു. അപ്പോൾ അതിലൊരാൾ പോലും നെഗറ്റീവായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പം അവരുടെ ബിഹേവിയർ ആയാലും ഫെസിലിറ്റീസ് ആയാലും